നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ത്വമി ശക്തോ മദീയം തത് അസ്ത്രം ധാരയിതും ക്ഷണാത്. അങ്ങനെയുള്ളതായ അസ്ത്രം ധരിക്കാനും ആ അസ്ത്രം പ്രയോഗിക്കാനും നിനക്ക് ശേഷിയുണ്ടാകുമോ എന്നുള്ളതായ സംശയം വേണ്ട. ആ ദിവ്യമായിരിക്കുന്ന അസ്ത്രത്തെ ധരിക്കാനും ആ അസ്ത്രത്തെ പ്രയോഗിക്കാനുമുള്ളതായ കരുത്ത് നിനക്ക് ഉണ്ടാകും എൻ്റെ അനുഗ്രഹത്താൽ എന്ന് ഭഗവാൻ സന്തോഷത്തോടുകൂടി ആ അവസരത്തിൽ അർജുനനോട് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വൈശമ്പായനൻ വ്യാസൻ പറഞ്ഞു കൊടുത്തതായ ആ വാക്യത്തെ ജനമേജയനെ കേൾപ്പിക്കുകയാണ്. തതോ ദേവം മഹാദേവം ഗിരിശം ശൂലപാണിനം ദദർശ ഫൽഗുനസ്തത്ര സഹദേവിയ മഹാദ്യുതിം. ആ അവസരത്തിൽ ആ ദിവ്യമായ കണ്ണുകൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെയുള്ള മാനുഷമായ ചക്ഷുസിന്റെ സ്ഥാനത്താണ് ഈ ദിവ്യമായ ചക്ഷുസ്. ഉള്ളിലേക്ക് കടന്നു കാണുവാൻ പ്രാപ്തിയുള്ളതായ ചക്ഷുസ്, തമസും രജസും പൂർണ്ണമായും ഇല്ലാതായി തീർന്ന ചക്ഷുസ്, സാത്വിക ഗുണത്തിന്റെ പൂർണ്ണതയിൽ ശോഭിക്കുന്നതായ ചക്ഷുസ്, അത് ലഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും അർജുനന്റെ മുന്നിൽ അർജുനൻ കണ്ടു. മുന്നിൽ നിൽക്കുന്നത് കാട്ടാളനല്ല, മുന്നിൽ നിൽക്കുന്നത് വേടത്തിയുമല്ല, കൂടെ വന്നിരിക്കുന്നതായ പരിജനങ്ങൾ അവരാരും തന്നെ വേടന്മാരുമല്ല. അതുവരെ താൻ അവരെ കണ്ടത് ആ പ്രകാരത്തിലായിരുന്നു. അഹന്ത നിറഞ്ഞ തൻ്റെ മാനുഷമായ കണ്ണുകൾ കൊണ്ട് നോക്കിയപ്പോഴേക്കും സാക്ഷാൽ മഹാദേവൻ ഇങ്ങനെ കാട്ടാളനായി കാണപ്പെട്ടു. ഇപ്പോഴോ അത് കാട്ടാളനല്ല, പിന്നെയോ ശൂലപാണിയായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ആ ശൂലം ഓങ്കാരമാണ്. ശൂലപാണിയായി നിൽക്കുന്ന ഗിരീശൻ, കൈലാസ ശിഖരത്തിന്റെ അധിപനായിരിക്കുന്ന ഭഗവാൻ ഹരൻ മഹാദേവൻ, ദേവന്മാരുടെയും ദേവനായിരിക്കുന്ന മഹാദേവൻ, ആ മഹാദേവനാണ് കൺമുന്നിൽ നിൽക്കുന്നത് എന്ന് അർജുനൻ നേരിട്ട് കണ്ടു. ആരോടൊപ്പം ആ മഹാദേവൻ മുന്നിൽ നിൽക്കുന്നു? സഹദേവിയ, ദേവിയോടൊപ്പം, ലോകത്തിന് മുഴുവൻ മാതാവായിരിക്കുന്ന പാർവതീ ദേവിയോടൊപ്പം തന്റെ മുന്നിൽ മഹാദേവൻ നിൽക്കുന്നത് നേരിട്ട് അർജുനൻ കണ്ടു. ആ മഹാദേവനാകട്ടെ 1000 കോടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടി ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ആ മഹാദേവൻ അങ്ങോട്ട് വരുമ്പോഴും അദ്ദേഹം വേഷം മാറിയിട്ടില്ല. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ്, അതൊന്ന് ഓർമ്മിപ്പിക്കുന്നു. മഹാദേവൻ മഹാദേവനായി തന്നെ മുന്നിലേക്ക് വന്നു. പാർവതീദേവി പാർവതീദേവിയായിട്ട് തന്നെ മുന്നിലേക്ക് വന്നു. പക്ഷേ ഉള്ളിൽ അഹന്ത നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ മഹാദേവനെ മുന്നിൽ കണ്ടാൽ പോലും തിരിച്ചറിയാനാവില്ല, കാട്ടാളനെന്ന് തോന്നും. അതേപോലെ തന്നെ ദേവിയെ തിരിച്ചറിയാനാവില്ല, വേടത്തിയെന്ന് തോന്നും. അങ്ങനെ വേടന്റെയും വേടത്തിയുടെയും ധർമ്മങ്ങളെ മഹാദേവനിൽ ആരോപിച്ച് കാണും. ഇതിന് അധ്യാസം എന്ന് പറയും. അതായത് ഒന്നിന്റെ ധർമ്മത്തെ തെറ്റായിട്ട് വേറൊന്നിൽ ആരോപിച്ച് കാണൽ. അങ്ങനെ വേടന്റെയും വേടത്തിയുടെയും ധർമ്മത്തെ, രൂപത്തെയും അതേപോലെ തന്നെ സ്വഭാവത്തെയും പ്രവൃത്തികളെയും എല്ലാം സർവാത്മാവായിരിക്കുന്ന ഭഗവാനിലും ആ ജഗദംബികയിലും ആരോപിച്ച് കാണും. ഇതാണ് അധ്യാസം. ഈ അധ്യാസം കൊണ്ടാണ് നാം ലോകത്തെ ഇങ്ങനെ ഈ പ്രകാരത്തിൽ കാണുന്നതും അനുഭവിക്കുന്നതും സുഖദുഃഖാദികൾക്ക് വശീഭൂതരാകുന്നതും എന്ന് ശങ്കരാചാര്യസ്വാമികൾ നമ്മോട് അദ്ദേഹത്തിന്റെ ഭാഷ്യത്തിൽ
ബ്രഹ്മസൂത്രത്തിന്, വ്യാസന്റെ ബ്രഹ്മസൂത്രത്തിന് ആചാര്യസ്വാമികൾ എഴുതിയ ഭാഷ്യത്തിന്റെ തുടക്കത്തിൽ ആ ഭാഷ്യം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ളതായ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞു വയ്ക്കും. ആ ഭാഗത്തിന് അധ്യാസഭാഷ്യം എന്നു പേര്. പരമാത്മാവിൽ നാം നമ്മുടെ അജ്ഞാനത്തിന്റെ ധർമ്മങ്ങളെ ആരോപിക്കുന്നു. അതേപോലെ തന്നെ പരമാത്മാവിന്റെ ധർമ്മമായിരിക്കുന്ന ജ്ഞാനത്തെയും ആനന്ദത്തെയും ഒക്കെ നമ്മുടെ ഈ അജ്ഞാനത്തിന്റെ പുറത്ത്, പ്രകൃതിയുടെ പുറത്തും ആരോപിക്കുന്നു. അതിന്റെ ഫലമായിട്ട് രണ്ടിനെയും വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലെത്തുന്നു. നമ്മളിത് രണ്ടുമുണ്ട്, പരമാത്മാവുമുണ്ട്, പ്രകൃതിയുമുണ്ട്. ആ പരമാത്മാവാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്നതായ നാം തന്നെയായ ജീവൻ, ജീവാത്മാവ്. ആ പരമാത്മാവ് ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ജീവാത്മാവ് എന്ന സാങ്കേതിക ഭാഷയിൽ അറിയപ്പെടും. ഈ ശരീരമാകട്ടെ അത് പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. പ്രകൃതി ത്രിഗുണാത്മികയാണ്. ആ ത്രിഗുണാത്മികയായ പ്രകൃതിയിൽ നിന്നിട്ട് പരമ്പരയാ ഉണ്ടായതാണ് ഈ ശരീരാദി പ്രപഞ്ച പദാർത്ഥങ്ങൾ എല്ലാം. ഈ ശരീരം ജഡമാണ്, ജഡധർമ്മങ്ങളാണ് ഇതിനുള്ളത്. താനുണ്ട് എന്ന് ഈ ശരീരത്തിന് അറിഞ്ഞുകൂടാ, ഞാനുണ്ട് എന്ന് ഈ ശരീരത്തിന് അറിഞ്ഞുകൂടാ, മറ്റുള്ള പദാർത്ഥങ്ങളെയും ശരീരത്തിന് അറിഞ്ഞുകൂടാ. ഒന്നിനെയും ശരീരം കാണുന്നില്ല, കേൾക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മറ്റുള്ളവയെ കാണാനും കേൾക്കാനും ഒന്നും ശരീരത്തിന് ശേഷിയില്ല. കാരണം അത് ജഡമാണ്. ചേതനനാണ് തന്നെ അറിയുന്നതും മറ്റെല്ലാറ്റിനെയും അറിയുന്നതും. ആ ചേതനത്വം ആത്മാവിനേ ഉള്ളൂ. ആ ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ആ ആത്മാവ് ചേതനനാണ്. ആ ആത്മാവ് ഈ ശരീരത്തിലൂടി ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെയെല്ലാം അറിയുന്നു. തന്നെയും അറിയുന്നു, പ്രപഞ്ച പദാർത്ഥങ്ങളെയും അറിയുന്നു. അങ്ങനെ ആത്മാവിന്റെ ആ ചൈതന്യധർമ്മത്തെ നാം നമ്മുടെ ഈ ജീവിതത്തിന്റെ പ്രധാന ആധാരമായിട്ട് അനുനിമിഷം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഒരു തെറ്റിദ്ധാരണയോടൊപ്പം. എന്താണ് ഇത്? ഈ ചൈതന്യം, ഈ ജ്ഞാനം, ഈ ആനന്ദം അത് ആത്മാവിൻ്റേതാണ് എന്നറിയാതെ അതിനെ നാം ഈ ജഡശരീരത്തിൽ ആരോപിച്ച് കാണുന്നു. എന്റെ കണ്ണ് കാണുന്നു, എന്റെ കാത് കേൾക്കുന്നു, എന്റെ മൂക്ക് മണക്കുന്നു, എന്റെ നാക്ക് രുചിക്കുന്നു, എന്റെ ത്വക്ക് തൊട്ടറിയുന്നു എന്നൊക്കെ നാം ധരിക്കുന്നു. ചേതനധർമ്മത്തെ ജഡത്തിൽ ആരോപിക്കുന്നു. എന്നിട്ടോ ജഡത്തിന്റെ ധർമ്മത്തെ ചേതനയിലും ആരോപിക്കുന്നു. ജനിക്കുക, വളരുക, വളർച്ചയുടെ പരാകാഷ്ഠയിലെത്തുക, ക്ഷയിക്കുക, നശിക്കുക അഥവാ മരിക്കുക എന്നുള്ളത് ഈ ജഡത്തിന്റെ സ്വഭാവമാണ്. എല്ലാ ജഡപദാർത്ഥങ്ങൾക്കും അതുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മാവിൽ ആരോപിക്കുന്നു, ഞാനാകുന്ന ചേതനയിൽ ആരോപിക്കുന്നു. ഞാൻ ഇന്ന ദിവസം ജനിച്ചു, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ്, എനിക്ക് ഇത്ര വയസ്സായി, എനിക്ക് രോഗമുണ്ട്, വാർദ്ധക്യമുണ്ട്, ഇല്ലെങ്കിൽ കരുത്തുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്. ഈ ജഡധർമ്മങ്ങളെ മുഴുവൻ ആത്മാവിൽ ആരോപിക്കുന്നു. ആത്മാവിന്റെ ചൈതന്യാദികളെ, ജ്ഞാനാദികളെ ജഡത്തിൽ ആരോപിക്കുന്നു. എങ്ങനെ രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കുന്നു, രണ്ടിനെയും വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തി കെട്ടുപെട്ടു പോകുന്നു. അങ്ങനെ ബന്ധിതരായിത്തീരുന്നു. ഇതാണ് അധ്യാസം. ഈ അധ്യാസത്തിൽ നിന്നിട്ട് വിമുക്തനായാൽ മാത്രമേ നമുക്ക് മോചനമുള്ളൂ. ആ അധ്യാസത്തിൽ നിന്ന് വിമുക്തനാകാൻ ആ പരമാത്മാവിനെ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് തപസ്. വെളിയിലേക്ക് പാഞ്ഞു നടക്കുന്നതായ മനസ്സിനെ ഉള്ളിലേക്ക് നയിക്കാൻ, അങ്ങനെ ആ ത്രയംബകനെ കാണാൻ, 3 കണ്ണുള്ളവനായ മഹാദേവനെ കാണാൻ, അങ്ങനെ നമ്മുടെ അസ്തിത്വത്തെ തിരിച്ചറിയാൻ അതിന് നാം തപസ് ചെയ്യണം. ആ തപസ് ദൈവീ സ്വഭാവമാണ് എന്നറിയണം. അങ്ങനെ അർജുനൻ അത് കണ്ടു. ഈ ദിവ്യമായ ചക്ഷുസിനാൽ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ദദർശ ഫൽഗുനസ്തത്ര സഹദേവിയ മഹാദ്യുതിയും, ദേവിയോടൊപ്പം നിൽക്കുന്ന മഹാദ്യുതിയായ
പ്രകാശശാലിയായ 1000 കോടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടിയവനായ ആ മഹാദേവനെ കൺമുന്നിൽ കണ്ടു. വെളിയിലേക്ക് നോക്കിയാൽ കാട്ടാളനെ കാണും. പക്ഷേ ഈ ദിവ്യദൃഷ്ടിയാൽ മുന്നിൽ നിൽക്കുന്ന കാട്ടാളനല്ല, മഹാദേവനാണ് എന്ന് തിരിച്ചറിഞ്ഞു. അടുത്ത് നിൽക്കുന്ന കാട്ടാളത്തിയല്ല, ദേവിയാണ് എന്ന് തിരിച്ചറിഞ്ഞു. കേരളത്തിന്റെ അനുഗ്രഹപൂർണമായ കലാരൂപമാണ് കഥകളി. നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലെ കഥകളാണ് കഥകളിക്ക് ആസ്പദം. കിരാതം കഥകളിയായിട്ട് കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകളായി നമ്മുടെ കലാകാരന്മാര് അരങ്ങത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ആ കിരാതമാട്ടക്കഥ നമ്മുടെ മുന്നിൽ ഈ അർജുനന്റെ തപസ്സും ഭഗവാൻ ദേവിയോടൊപ്പം അർജുനന്റെ മുന്നിൽ വന്ന് അർജുനനോട് യുദ്ധം ചെയ്ത് അർജുനന്റെ ഹന്ത ശമിപ്പിച്ച് അർജുനന് പാശുപതം നൽകുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഇതിഹാസത്തിനകത്ത് നാം കാണുന്ന ആ തത്വത്തെ വളരെ സമർത്ഥമായിട്ട് ആ ആട്ടക്കഥയിൽ ആട്ടക്കഥാ രചയിതാവ് കോർത്തിണക്കി വച്ചിട്ടുണ്ട്. അത് അഭിനയ ചക്രവർത്തിമാരായ ഗുരുക്കന്മാര് അഭിനയത്തിന്റെ മാധ്യമത്തിലൂടെ പകർന്നു തരാൻ വേണ്ടുന്ന ചിട്ടകളും ഒരുക്കി വച്ചിട്ടുണ്ട്. ഇന്നും ഏറെ ആടുന്ന കഥയാണ് കിരാതം. കിരാതം തുള്ളലുമുണ്ട്. നമ്പ്യാര് അവതരിപ്പിച്ചതായ ആ കലാരൂപം, അതിലും ഇതിഹാസ പുരാണ കഥകളെയാണ് അതിന്റെ ഇതിവൃത്തമായിട്ട് സ്വീകരിക്കുക. പക്ഷെ അത് സ്വീകരിക്കുന്നത് ആനുകാലികമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, കേരളീയമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എന്നൊരു വ്യത്യാസം. കഥകളിയിൽ ഇതെല്ലാം ആ ഇതിഹാസ കഥയുടെ അതേ പശ്ചാത്തലത്തിൽ അതേ ഗൗരവത്തിലാണ് അവതരിപ്പിക്കുക എന്ന കഥകളിക്ക് തുള്ളലിൽ നിന്ന് ഭേദം. ഈ മനോഹരമായ കഥയെ അതിന്റെ സർവ്വ ഗൗരവത്തോടും കൂടി അങ്ങേയറ്റം നാടകീയമായിട്ട് കഥകളി അരങ്ങത്ത് കലാകാരന്മാര് പാട്ടിലൂടെയും മേളങ്ങളിലൂടെയും അഭിനയത്തിലൂടെയും നമ്മുടെ മുന്നിൽ എത്തിക്കുന്നു. ഇങ്ങനെ ഭഗവാനെ നേരിട്ട് കാണുന്ന അർജുനൻ കണ്ട മാത്രം എന്ത് ചെയ്തു? സ ജാനുഭ്യാം മഹീംഗത്വ ശിരസ പ്രണിപത്യച്ച. അദ്ദേഹം ഭൂമിയിലേക്ക് വീണു, എന്നിട്ട് ശിരസ് കൊണ്ട് നമസ്കരിച്ചു. എന്നിട്ട് ആ മഹാദേവനെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ മഹാദേവനെ തന്റെ ആ നമസ്കാരാദികൾ കൊണ്ട് സന്തോഷിപ്പിച്ചു. ഈ അവസരത്തിൽ അർജുനന്റെ ഹൃദയത്തിൽ ജ്ഞാനം ഉദിക്കുകയാണ്. അജ്ഞാനം എത്ര കാലം നമ്മിൽ നിലനിൽക്കും? നാം ഇപ്പോൾ അജ്ഞാനത്തിന്റെ പിടിയില്ല. അതാണ് ഈ ലോകത്ത് നമുക്ക് കാണിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതാണ് നമ്മെ ബന്ധിച്ചിട്ടിരിക്കുന്നത്. ക്ലേശങ്ങൾക്കും ബദ്ധപ്പാടുകൾക്കും എല്ലാം കാരണം ആ അജ്ഞാനമാണ്. എത്ര കാലം അജ്ഞാനം നിലനിൽക്കും? പരമാത്മാവിനെ അറിയുവോളം കാലം. എന്നാണോ നമ്മൾ നമ്മുടെ തപസ്സുകൊണ്ട്, ഭഗവത് കാരുണ്യം കൊണ്ടും ഗുരുകാരുണ്യം കൊണ്ടും പരമാത്മാവിനെ സ്വന്തം ഹൃദയത്തിന്റെ ഉള്ളിൽ നേരിട്ട് അനുഭവിച്ചറിയുന്നത്, അപ്പോൾ അജ്ഞാനം സമ്പൂർണമായും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞിരിക്കും. രാത്രിയാകുമ്പോഴേക്കും വീട്ടിനുള്ളിൽ ഇരുട്ടാണ്. പക്ഷേ ഒരു നിലവിളക്ക് കൊളുത്തി വെച്ചാൽ മതി, ആ ഇരുട്ട് മുഴുവൻ നിമിഷം കൊണ്ട് അന്തർധാനം ചെയ്യും. അതേപോലെ എപ്പോഴാണോ ഭഗവാനാകുന്ന ആ 1000 കോടി സൂര്യന്മാരുടെ പ്രഭാപൂരത്തെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കുന്നത്, അപ്പോൾ അജ്ഞാനം ഹൃദയത്തിൽ നിന്ന് പോകും. ജ്ഞാനത്തിന്റെ പൂർണ്ണത പ്രകാശിക്കുകയും ചെയ്യും. ജ്ഞാനം ആനന്ദസ്വരൂപമാണ്. അങ്ങനെ ജ്ഞാനാനന്ദങ്ങൾ ഒരുമിച്ച് നമ്മുടെ ഹൃദയത്തെ ഇളക്കിമറിക്കും. അപ്പോൾ മധുരമധുരമായിട്ട് ആ ജ്ഞാനം, ആനന്ദം ഒരുമിച്ച് ചേർന്ന് ഒന്നായിട്ട് വാക്കുകളായി പ്രവഹിക്കും. അങ്ങനെ പ്രവഹിക്കുന്ന ജ്ഞാന ആനന്ദലബ്ധിയുടെ മധുര പദങ്ങളാണ് സ്തോത്രങ്ങൾ. വേദങ്ങളെല്ലാം ഇങ്ങനെ നമ്മുടെ കാരണവന്മാരായ ഋഷിമാരുടെ ഹൃദയത്തിൽ നിന്ന് പ്രവഹിച്ചതാണ്. ആ പരമാത്മ അനുഭൂതിയിലിരുന്നു കൊണ്ട് അവർ പാടിയതാണ്. ആരും ആ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പ്രകാരത്തിൽ ഭഗവത് തത്വങ്ങൾ അവർ പ്രത്യേകിച്ചൊരു പരിശ്രമം കൂടാതെ സ്വാഭാവികമായിട്ട് ഗാനം ചെയ്തു പോകും. അർജുനൻ ഭഗവാനെ സ്തുതിക്കുന്നു.
കബർദിൻ ദേവദേവേശ ഭഗനേത്രനിപാതന ദേവദേവ മഹാദേവ നീലഗ്രീവ ജടാധര. ആ കമനീയമായിരിക്കുന്ന രൂപം, സൗന്ദര്യത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ് അദ്ദേഹം.